Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi wa man ihtada bihuda amma ba'd. സൂറത്തുൽ അഹ്ഖാഫിലെ 26, 27, 28 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായിട്ട് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 വചനങ്ങളിലും പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചന നൽകാൻ ആഗ്രഹിക്കുകയാണ്. വലഖദ് എന്ന് പറയുമ്പോൾ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. മക്കന്നാഹും മക്കന്നാഹും നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഈ പഠിക്കുന്ന പല സിഫാത്തുകളും അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ വിശേഷണങ്ങൾ, സ്വര ഗുണങ്ങൾ, അത് സുക്കൂന് നൽകി ഉച്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് ഷദ്ദ് കൊടുക്കുമ്പോഴോ കൂടുതൽ അത് പ്രകടമാവുന്നതാണ്. ഇവിടെ ഖാഫ് ഉച്ചരിക്കുകയാണെങ്കിൽ ഖാഫ് ഹംസിൻ്റെ അക്ഷരമാണ്, ഷിദ്ദത്തിൻ്റെയും അക്ഷരമാണ്. ഈ 2 സിഫത്തുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രത്യേകമായ, പിന്നെ ഇസ്തിഫാല് തുടങ്ങിയ മറ്റ് ചില ഗുണങ്ങളൊക്കെ അതിനുണ്ട്. അപ്പോൾ ഇവിടെ മക്കന്നഹും മക്കന്നഹും എന്ന് ഉച്ചരിക്കണം. നൂനിന് ഷദ്ദ് നൽകപ്പെട്ടതുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകണം. ഫായിന് മുമ്പിലാണ് വന്നത് എന്നതുകൊണ്ട് ഇൽഹാർ ഷഫവി ചെയ്ത് വളരെ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. മക്കന്നഹും ഫീമ, ഫീമ എന്നതിലെ ദീർഘം അത് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വീണ്ടും ഇം, സാക്കിനായ നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. മക്കന്നകും, നൂൻ മുഷദ്ദദ നേരത്തെ വന്ന അതേ കാര്യം തന്നെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകുക. മക്കന്നകും ഫീഹി വജഅൽനാ ലഹും സമഅ, സാക്കിനായ മീം ഇൽഹാർ ഷഫവി. സമഅൻ വഅബ്സാറൻ, 2 പദങ്ങളിലും തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വഅബ്സാറൻ വഅഫ്ഇദതൻ ഫമാ, വഅഫ്ഇദതൻ 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 എന്നൊന്നും പറയരുത്. അഫ് ഇ അഫ് ഇ എന്ന് ഹംസയെ വ്യക്തമാക്കി ശിദ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നത് മറക്കാതെ ശ്രദ്ധിച്ചു ഓതണം. വഅഫ്ഇദതൻ ഫമാ, തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഫമാ അഗ്ന, അവിടെ മദ് മുൻഫസിൽ ജായിസ്. അൻഹും, സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി, സാക്കിന മീം ഇൽഹാർ ഷഫവി. സംഉഹും, അവിടെ 2 സാക്കിനായ മീം വന്നിട്ടുണ്ട്, അത് രണ്ടും ഇൽഹാർ ഷഫവിയാണ്. വാവിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. വീണ്ടും വരുന്നു സംഉഹും വലാ അബ്സാറുഹും വലാ, അവിടെയൊക്കെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി ചെയ്യുകയാണ് വേണ്ടത്. വലാ അബ്സാറുഹും വലാ അഫ്ഇദതുഹും മിൻ, അവിടെ മണിച്ചുകൊണ്ട് ഓതണം. അഫ്ഇദതുഹും മിൻ. മിൻ ഷൈഇൻ, സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി. അപ്പോൾ സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കുക. അഫ്ഇദതുഹും മിൻ, പിന്നെ മിൻ ഷൈഇൻ എന്നുള്ള നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഷൈഇൻ ഇദ്, ആ തൻവീനിനെ ഇൽഹാർ ഹൽഖിയാണ് മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ഇദ് കാനു,
യജ്ഹദൂന ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകണം. ബിഹിം മാ കാനു വീണ്ടും ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ പേര് നൽകാവുന്ന ലയിപ്പിക്കൽ നൽകി മീമിൽ ലയിപ്പിച്ച് മണിച്ചു കൊണ്ടോതുക. യസ്തഹ്സിഊൻ ഹഇനെ റഖാവത്തോടു കൂടി ഉച്ചരിക്കണം, അല്ലേ? ലൂസാക്കി. യസ്തഹ്സിഊൻ. വലഖദ് ദാലിൻ്റെ സുക്കൂൻ വീണ്ടും ഖൽഖല നൽകി ഉച്ചരിക്കുക. അഹ്ലക്ന മാ ഹൗലകും മിനൽ ഖുറാ. സാക്കിന മീമിനെ ഇദ്ഗാം ചെയ്ത് മണിക്കുക. ഖുറാ എന്ന അലിഫിലും തഫ്ഖീം ഉണ്ടാവണം. വസറഫ്നൽ ആയാതി സ്വാദ് റാ തഫ്ഖീം ആയാതി ഇതൊക്കെ തർഖീഖ്. ലഅല്ലഹും യർജിഊൻ സാക്കിന മീം ഇൽഹാർ ഷഫവി. ഫലൗലാ നസറഹുമുല്ലദീന നസറ സ്വാദ് റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ബാക്കിയൊക്കെ തർഖീഖാണ്. ഇത്തഖദൂ മിൻ ദൂനി സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. ഖുർബാനൻ ആലിഹ ഖുർബാനൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കാം. ബൽ ضلു സാക്കിനായ ലാമിനെ ഇൽഹാർ ചെയ്യണം, അത് മറന്നുപോയത്. ബൽ ضلു സാക്കിനായ ലാമിനെ കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അൻഹും സാക്കിന നൂൻ ഇൽഹാർ ഹൽഖിയാണ്, മണിക്കാതെ വെളിവാക്കുക. വീണ്ടും ഇഫ്കുഹും വമ സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തഫ്ഖീമിൻ്റെയും തർഖീഖിൻ്റെയും അക്ഷരങ്ങളെ പ്രത്യേകം മാറിപ്പോവാതെ ശരിയായ വിധത്തിൽ ഉച്ചരിച്ചുകൊണ്ടും എല്ലാ സിഫത്തുകളും കൃത്യമായി നൽകി ശരിയായ വിധത്തിൽ അക്ഷരങ്ങൾ മൊഴിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് മക്കന്നാഹും ഫീ മാഇൻ മക്കന്നാകും ഫീഹി വജഅൽനാ ലഹും سمعا وأبصارا وأفئدة فما أغنى عنهم سمعهم ولا أبصارهم ولا أفئدتهم من شيء إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون. ولقد أهلكنا ما حولكم من القرى وصرفنا الآيات لعلهم يرجعون. فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون.